ദേ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പോട്ടിയും കായയുമാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉണ്ടാക്കി വെച്ചേക്കണത്. ദേ ചട്ടി ചൂടായി, ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കടുകിടാനുള്ള പ്ലാനിങ്ങിലാണ്. ദേ കടുക് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് പോട്ടി ഉപ്പിലിട്ട് വേവിച്ചു കൊണ്ടുവന്നേക്കണവയാണ്. അത് ജസ്റ്റ് കായ അരിഞ്ഞങ്ങോട്ടിടും, അത് വേവിച്ചെടുക്കും. അംബ്രോസിൻ്റെ വെറൈറ്റികളാണ് എപ്പോഴും ഉള്ളത്. അംബ്രോസ് ആരാണെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. അതെൻ്റെ ഒരു കൂട്ടുകാരനാണ്, എൻ്റെ കൂടെ ഉള്ളവനാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് മൊരിയിക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ്. ഇനി കുറച്ച് ടൈം എടുക്കും അത് മൊരിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കുകയാണ്. മൊരിഞ്ഞ് വരുന്ന ടൈം ആകുമ്പോൾ മൊരിഞ്ഞ് വന്ന് നമ്മളിതേ സവാള ഇട്ടു. സവാള അത്യാവശ്യ രീതിയിലിട്ടു. ഞങ്ങളുടെ ചൂള കണ്ട് ആരും പേടിക്കരുത് കേട്ടോ. ദേ ഇളക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് വേവിക്കുന്നത് ഇച്ചിരി നല്ലതാണ്. എല്ലായിടത്തും നമ്മൾ ഇളക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസിലും ഉപ്പ് പിടിക്കും. പിന്നെ നിങ്ങൾ അടച്ചു വെച്ചേക്കുകയാണ് ഒന്ന് വേവാനായിട്ട്. മുളക് പൊടിയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. കായയും പോട്ടിയും നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കുക്കറിൽ നിന്ന് ചൊരിഞ്ഞിട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇളക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇളക്കാൻ പോവുകയാണ്. നമ്മൾ ഇളക്കാൻ പോവുകയാണ്. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി എല്ലാം മിക്സാക്കിയത് കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരന് പാത്രം പോരാ എന്ന് തോന്നിയപ്പോൾ വലിയ പാത്രമാക്കി. അപ്പോൾ തന്നെ പാത്രം ചേഞ്ച് ചെയ്തു. പാത്രം ചേഞ്ച് ചെയ്ത് ഇളക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് പുള്ളി പാത്രം ചേഞ്ച് ചെയ്തത്. ഓയിലൊക്കെ പിടിച്ചു വരുന്നു. അത്യാവശ്യം തള വന്നുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി കുക്കിംഗ് അവസാനിപ്പിച്ചു.